ഞാൻ തമാശയ്ക്ക് പറയും, കക്ഷമൊന്ന് ചൊറിയാൻ കൈവക്കിയാൽ പോലും വണ്ടി നിർത്തി കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ഇരട്ടി വരെ എല്ലാ ദിവസവും ബുക്ക് ചെയ്തില്ലെങ്കിൽ കൊല്ലും ഞാൻ. പറഞ്ഞേക്കാം, എന്നോട് പറഞ്ഞ ആളുടെ മുഖം എനിക്ക് അറിഞ്ഞൂടല്ല, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി വരെ പോകാൻ പറഞ്ഞത്. ആണെങ്കിൽ ഇരട്ടിക്ക് ആളില്ലെങ്കിൽ പിന്നെ ഇരുട്ടായിരിക്കും. ഒരു പൈസ എടുക്കില്ല ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. മര്യാദകളായിട്ട് പെരുമാറരുത്. സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും. തമിഴ്നാട്ടിൽ പോകൂ, ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും അമ്മ മാമ വാ സാർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു KSRTC കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിക്കുന്നത്? ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണ്ണമായും ഡ്രൈവർമാർ നിർത്തി കൊടുക്കും. സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തത് പോലുള്ള നാണം കെട്ട വാർത്തകൾ KSRTCയുടെ പേരിൽ വരാൻ പാടില്ല. പക്ഷെ ഇതിൽ ഒരുപാട് ദുർവ്യയം, അതാണ് ചോർച്ച എന്ന് പറയുന്നത്. അനാവശ്യ കാര്യങ്ങൾക്ക് പണം കളയാം, ആവശ്യ കാര്യത്തിന് പണമില്ല. അത് നിർത്താൻ പോവുകയാണ്. ഈ എല്ലാ കണക്കുകളിലും നേരിട്ട് ഞാൻ ഇടപെടും. KSRTC ഡിപ്പോകളിലെ ചെലവ് ചുരുക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ സർക്കുലർ വരും. ജീവനക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സംഘടനയൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് സംഘടന. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, സംഘടനകളുണ്ട്. നിങ്ങൾ എന്നോട് സഹകരിക്കുക. ഈ ബസ്സുകൾ 4 എണ്ണം ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നുണ്ട്. ഈ 4 ബസ്സിനോട് ഞാൻ പറയുന്നു, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നു, ഈ ബസ് എവിടം വരെയാണ് കളക്ഷൻ എന്നെ ബോധ്യപ്പെടുത്തണം. എവിടെ നിന്നാണ് കളക്ഷൻ മോശമാണ് അവിടെ വെച്ച് ട്രിപ്പ് നമ്മൾ അടുത്ത ദിവസം മുതൽ കട്ട് ചെയ്യണം.